പാണ്ഡവരുടെ വനവാസകാലത്തിൻ്റെ അവസാന കാലം എത്തിച്ചേർന്നു. അങ്ങനെ കാമ്യകവനത്തിൽ അവിടവിടായി ചുറ്റി നടന്ന് മഹാരഥന്മാരായ പാണ്ഡവന്മാർ ദേവന്മാരെ പോലെ വിഹരിച്ചു. പൂത്തുനിൽക്കുന്ന വനസമൂഹങ്ങളെയും ഋതുക്കൾ മാറി മാറി അതനുസരിച്ച് മാറിക്കൊണ്ട് പൂത്തുനിൽക്കുന്ന വന സമൂഹങ്ങളും ഋതുക്കൾ മാറുന്നത് അനുസരിച്ചു കൊണ്ട് മാറിക്കൊണ്ട് ഇരുന്നു. അങ്ങനെയുള്ള കാനന പ്രകൃതിയെയും സന്തോഷത്തോടെ കണ്ടുകൊണ്ട് ഇന്ദ്രതുല്യരായി അവർ സഞ്ചരിച്ച് വേട്ടയാടി ഉല്ലാസപൂർവം വസിച്ചു. ഒരു ദിവസം പാണ്ഡവന്മാർ 5 പേരും കൂടി ബ്രാഹ്മണർക്ക് വേണ്ടിയുള്ള മാംസാഹാരങ്ങൾ സമ്പാദിക്കുവാൻ വനവാസികൾ ആയിരുന്നതിനാൽ തന്നെ ബ്രാഹ്മണരും മാംസാഹാരങ്ങൾ കഴിച്ചിരുന്നു. അവർക്കായുള്ള നേദ്യത്തിനായി അത് സമ്പാദിക്കുവാനായി നായാട്ടിനായി 4 ദിക്കിലേക്ക് അവർ പോയി. അപ്പോൾ അവർ തൃണബിന്ദു എന്ന മഹർഷിയുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ പുരോഹിതനും തപോധനനുമായ ധൗമ്യ മഹർഷിയെ ദ്രൗപദിയെ ഏൽപ്പിച്ചുകൊണ്ട് പുറപ്പെട്ടു. അങ്ങനെയിരിക്കുന്ന കാലത്ത് സിന്ധുരാജാവായ വൃതക്ഷത്രപുത്രനായ ജയദ്രഥൻ, അതായത് കൗരവന്മാരുടെ സഹോദരിയായ ദുശളയുടെ ഭർത്താവ്, ഒരു വിവാഹത്തിനായി പോവുക ആയിരുന്നു. പ്രസിദ്ധനായ ആ രാജകുമാരൻ രാജയോഗങ്ങളാകുന്ന പാരിബർഹങ്ങളോടുകൂടി, അതായത് വധുവിന് നൽകേണ്ട സമ്മാനങ്ങൾ, സ്വയംവരമായതിനാൽ തന്നെ ആ സ്വയംവരത്തിൽ പങ്കെടുക്കുവാനായിരുന്നു അദ്ദേഹം പുറപ്പെട്ടത്. അതിനാൽ തന്നെ വധുവിന് നൽകുവാനുള്ള സമ്മാനങ്ങൾ എല്ലാം കരുതിക്കൊണ്ട് പല രാജാക്കന്മാരോട് കൂടി ഒന്നിച്ച് സൗഹൃദ വർത്തമാനങ്ങൾ പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. വഴിമധ്യേ അവർ കാമിക വനത്തിൽ എത്തിച്ചേർന്നു. ആശ്രമത്തിന്റെ ദ്വാരത്തിൽ നിർജ്ജന കാനനത്തിൽ കാന്തി വീശുന്ന ദ്രൗപദിയെ ആ യാത്രയിൽ അവർ കണ്ടു. അവളുടെ ശരീരശോഭ കണ്ടുകൊണ്ട് അവർ അത്ഭുതപ്പെട്ടു. കാർമേഘത്തെ മിന്നൽ എന്ന പോലെ അവൾ ആ കാടിനെ ശോഭിപ്പിച്ചു. അവൾ ആരാകുന്നു? അവൾ അപ്സരസാണോ അതോ ദേവന്മാരുടെ മായയാകുന്നുവോ? രാജാക്കന്മാർ അത്ഭുതത്തോടെ അവളെ കൈകൂപ്പി വണങ്ങി. അപ്പോൾ സിന്ധുരാജാവായ ജയദ്രഥൻ വിസ്മയിച്ച് കാമമോഹിതനായി തൻ്റെ സുഹൃത്തായ കോടികാസ്യനോട് പ്രകാരം പറഞ്ഞു: ഹേ കോടികാസ്യ, ഈ കാണുന്ന പെണ്ണ് ഏതാകുന്നു? ആരുടെ പുത്രിയാകുന്നു ഈ സുന്ദരി? ഇവൾ അമാനുഷിക ആകുന്നുവോ? ഈ മനോഹരിയോട് കൂടിച്ചേരുകയാണെങ്കിൽ എനിക്ക് വേറെ വിവാഹം ഒന്നും തന്നെ വേണ്ട. വിവാഹത്തിന് പോകുകയും വേണ്ട. ഇവളെ മാത്രം മതി. ഇവളെ എൻ്റെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. ഭവാൻ അവളുടെ സമീപത്ത് എത്തിച്ചേർന്ന് നല്ല രീതിയിൽ അവളോട് വിവരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക. അവൾ ആരുടെ പുത്രിയാണ്? ആരുടെ ഭാര്യയാകുന്നു? ഈ മുള്ളു നിറഞ്ഞ കാട്ടിൽ ഇവൾ എന്തിനാണ് വന്നത്? വൃത്താന്തമൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഹേ കോടികാസ്യ, വേഗം പോയി അവളുടെ നാഥൻ ആരാണെന്ന് അറിഞ്ഞു വരൂ. ജയദ്രഥൻ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ കോടികാസ്യൻ തൻ്റെ കർണങ്ങളിലെ കുണ്ടലങ്ങൾ കുലുങ്ങുമാറ് ചാടി തേരിൽ നിന്നും ഇറങ്ങി. കുറുക്കൻ പെൺപുലിയുടെ മുൻപിലേക്ക് എന്ന വിധം ചെന്ന് ചോദിച്ചു: വരാങ്കനെ, കടമ്പിൻ കൊമ്പ് താഴ്ത്തിപ്പിടിച്ച് ആശ്രമദ്വാരത്തിൽ കാന്തി വീശിക്കൊണ്ട് നിൽക്കുന്ന ഭവതി ആരാകുന്നു? രാത്രിയിൽ ഇളങ്കാറ്റിലാടുന്ന ദീപശിഖ പോലെ സൗന്ദര്യ സമ്പത്ത് കൊണ്ട് പ്രശോഭിക്കുന്ന ഭവതി ഈ കാട്ടിൽ ഭയം കൂടാതെ നിൽക്കുന്നത് എന്താണ്? ഭവതി യക്ഷിയാണോ? അതോ ദേവിയാണോ? അതോ ദാനവിയാണോ? ശ്രേഷ്ഠയായ അപ്സരസ് ആകുന്നുവോ? ദിതിയുടെ ഭാര്യ ആകുന്നുവോ? നാഗറാണി ആകുന്നുവോ? കാട്ടിൽ ജീവിക്കുന്ന രാത്രി സഞ്ചാരി ആകുന്നുവോ? യമൻ, സോമൻ, കുബേരൻ, വരുണൻ എന്നിവരുടെ ആരുടെയെങ്കിലും പത്നിയാണോ? വിധാതാവായ ശക്രന്റെയോ മന്ദിരം വിട്ട് ഇറങ്ങി വന്ന ദിവ്യനാരികളോ വല്ലോമാണോ? ഭവതി ഞങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നില്ല. ഭവതിയുടെ നാഥനെപ്പറ്റി ഞങ്ങളൊന്നും അറിയുന്നുമില്ല. ഭവതിയുടെ പിതാവ് ആരാകുന്നു? ആരൊക്കെയാണ് ഭവതിയുടെ ബന്ധുക്കൾ? ആരാണ് ഭവതിയുടെ ഭർത്താവ്? കുലം ഏതാകുന്നു? ഭവതി ഇവിടെ എന്ത് ചെയ്യുന്നു? എന്താണ് ഞാൻ ഇത്രയുമൊക്കെ ചോദിച്ചിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു തരാം. സുരഥ രാജാവിൻ്റെ പുത്രനാകുന്നു ഞാൻ. ദുർഗമമായ പുരത്തിൻ്റെ നാഥന്മാരിൽ പ്രമുഖനാകുന്നു ഞാൻ. കോടികാസ്യൻ എന്നാകുന്നു എൻ്റെ നാമം. യാഗവേദിയിൽ
ഹുതാഗ്നി പോലെ ഈ സ്വർണരഥത്തിൽ സ്ഥിതി ചെയ്യുന്ന കമലലോചനനായ ഈ വീരൻ രാജകുമാരൻ ആകുന്നു. അവന്റെ പിന്നിൽ മഹാധനുർധരനായി നിൽക്കുന്നവൻ കുളിന്ദരാജ പുത്രനാകുന്നു. സുന്ദരി, പൊയ്കയ്ക്കടുത്ത് നിൽക്കുന്ന ആ സുമുഖനായ യുവാവ് ഇക്ഷ്വാകു രാജവംശത്തിലെ ശുബലന്റെ പുത്രനാകുന്നു. ശത്രുജനത്തെ നിശ്ലേഷിച്ച് ഹനിക്കുവാൻ കെൽപ്പുള്ളവനാകുന്നു ഈ സുന്ദരൻ. ഇവന്റെ സൈന്യം വളരെ കേൾവിപ്പെട്ടത് ആകുന്നു. അങ്കാരകൻ, കുഞ്ചരൻ, ഗുപ്തകൻ, സുഭവ്രതൻ, ഭയങ്കരൻ, ഭ്രമരൻ, രവി, ശൂരൻ, പ്രതാപൻ, കുനഹൻ, കുഹനൻ എന്നീ സൂര്യവംശജനായ 12 രാജാക്കന്മാർ സൈന്യാധിപത്യം വഹിച്ച് ശോണാശ്വം വഹിക്കുന്ന തേരുകളിൽ കൊടി ഉയർത്തി യാഗവേദിയിൽ ഹവ്യവാഹനന്മാരെ പോലെ, അതായത് അഗ്നിയെപ്പോലെ സ്ഥിതി ചെയ്ത് ഈ വീരനെ അനുഗമിക്കുന്നു. ചതുരംഗ സൈന്യത്തോടു കൂടി 10,000 രഥികൾ ഈ വീരനെ അകമ്പടി സേവിക്കുന്നു. ആരാകുന്നു ഈ വീരനെന്ന് ഭവതി കേട്ടിരിക്കും. ഇതാകുന്നു സൗവീര രാജാവാകുന്ന ജയദ്രഥൻ. ആവൃതനായ ഇന്ദ്രനെ പോലെ ജയദ്രഥൻ ഇവിടെ എത്തിയിരിക്കുന്നു. ഭവതി ആരുടെ പുത്രിയാകുന്നു? ആരുടെ ഭാര്യയാകുന്നു? ഞങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടാകുന്നു. അവിടുന്ന് പറഞ്ഞാലും. ശിബിപ്രൗഢനായ ആ ക്ഷത്രിയൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ രാജപുത്രിയായ പാർഷദി അദ്ദേഹത്തെ നോക്കി മെല്ലെ വൃക്ഷശാഖ വിട്ടുകൊണ്ട് കൈകൊണ്ട് പട്ടുടയാടയിൽ പിടിച്ചുകൊണ്ട് സൗമ്യമായി പറഞ്ഞു, ഹേ രാജപുത്ര, നിന്റെ ആഗ്രഹം എനിക്ക് മനസ്സിലായി. നിന്നെപ്പോലെയുള്ളവരോട് എന്നെപ്പോലെയുള്ളവർക്ക് ഇങ്ങനെ നേരിട്ട് നിന്ന് സംസാരിക്കുന്നത് ശരിയല്ല. നീ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി തരുവാൻ മറ്റൊരു ആണോ പെണ്ണോ ഇവിടെയില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ ഭദ്രനായ ഭവാനോട് മറുപടി പറയാം. ഈ കാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഞാൻ എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഭവാനോട് ഇപ്രകാരം സംഭാഷണം ചെയ്യുന്നത് ധർമ്മരഹിതമായ കാര്യമാകുന്നു. ഭവാൻ കോടികാസൻ എന്ന് വിഖ്യാതനായ സുരഥപുത്രനാണെന്നറിയുകയാൽ ഹേ ശൈബ്യ, ശിബിവംശത്തിലെ ശ്രേഷ്ഠ, ആദിത്യ മര്യാദയോർത്ത് ഞാൻ സംസാരിക്കുക ആകുന്നു. എൻ്റെ ബന്ധുവർഗവും കുലവുമൊക്കെ പറയാം. ഞാൻ ദ്രുപദ രാജാവിൻ്റെ പുത്രിയാകുന്നു. കൃഷ്ണ എന്നാകുന്നു എൻ്റെ നാമം. ജനങ്ങൾ അങ്ങനെയാണ് വിളിക്കുന്നത്. ഹേ ശൈബ്യ, ഞാൻ 5 പുരുഷന്മാരെ ഭർത്താവായി സ്വീകരിച്ചിട്ടുണ്ട്. കാണ്ഡവപ്രസ്ഥത്തിൽ രാജ്യം ഭരിച്ചിരുന്ന അവരെപ്പറ്റി ഭവാൻ കേട്ടിരിക്കും. അവർ യഥാക്രമം യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, പിന്നെ മാദ്രേയന്മാരാകുന്ന നകുല, സഹദേവന്മാർ എന്നീ പുരുഷവീരന്മാർ ആകുന്നു. അവരെന്നെ ഈ പർണശാലയിൽ ഇരുത്തിയിട്ട് 4 ദിക്കിലേക്ക് നായാട്ടിനായി പോയിരിക്കുന്നു. ധർമ്മപുത്രർ കിഴക്കോട്ടും, ഭീമൻ തെക്കോട്ടും, അർജുനൻ പടിഞ്ഞാറോട്ടും, നകുല, സഹദേവന്മാർ വടക്കോട്ടും പോയിരിക്കുന്നു. മഹാരഥന്മാരാകുന്ന അവർ മടങ്ങിയെത്തുവാൻ സമയം ആയിരിക്കുന്നു. അത് തീർച്ചയാകുന്നു. നിങ്ങൾ അവരുടെ സൽക്കാരം കൈക്കൊണ്ടതിന് ശേഷം മാത്രം പോയാൽ മതി. കുതിരകളെ അഴിച്ചുവിട്ട് സമാശ്വസിപ്പിക്കുക. ധർമ്മപുത്രർ ആണെങ്കിൽ അദ്ദേഹം ഒരു ആര്യശീലൻ ആകുന്നു. നിങ്ങളെ കണ്ടാൽ അദ്ദേഹത്തിന് സന്തോഷമാകും. ഇപ്രകാരം ദ്രൗപദി ആ ശിബിരാജകുലശ്രേഷ്ഠനോട് പറഞ്ഞ് അതിഥികളെ സൽക്കരിക്കുവാൻ വേണ്ടുന്നതൊക്കെ ഒരുക്കുന്നതിനായി സസന്തോഷം പർണശാലയിലേക്ക് നടന്നു. കോടികാസൻ തൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു. ആ രാജാക്കന്മാർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവൻ ദ്രൗപദി പറഞ്ഞ വർത്തമാനങ്ങൾ എല്ലാം തന്നെ ജയദ്രഥനോടുൾപ്പെടെ പറഞ്ഞ് കേൾപ്പിച്ചു. ജയദ്രഥൻ പറഞ്ഞു, ഭവാനോട് സംഭാഷണം ചെയ്തുകൊണ്ട് നിന്ന ആ സീമന്തിനി എൻ്റെ മനസ്സ് വല്ലാതെ രമിപ്പിച്ചു. അവളെ അവിടെ വിട്ടുകൊണ്ട് ഞാൻ ഒരിക്കലും തിരികെ പോകുകയില്ല. അവളെ കണ്ടതോടുകൂടി അന്യ സ്ത്രീകളൊക്കെ എനിക്ക് വാനര സ്ത്രീകളായാണ് തോന്നുന്നത്. സത്യമാണ് ഞാൻ പറയുന്നത്. ദർശനം കൊണ്ട് തന്നെ അവൾ എൻ്റെ ഹൃദയം അപഹരിച്ച് കഴിഞ്ഞിരിക്കുന്നു. കോടിക, അവൾ മനുഷ്യ സ്ത്രീ തന്നെയാണോ? കോടികാസൻ മറുപടി പറഞ്ഞു, അവൾ കീർത്തിരതിയാകുന്ന കൃഷ്ണയാകുന്നു, പാഞ്ചാലപുത്രിയാകുന്നു.
അവൾ 5 പാണ്ഡവന്മാരുടെയും പത്നിയാകുന്നു. പാർത്ഥന്മാരുടെ പ്രിയതമ്മയാകുന്നു അവൾ. ഭവാൻ അതിനാൽ തന്നെ വേഗം തന്നെ സൗവീരത്തേക്ക് തിരികെ പൊയ്ക്കൊള്ളുക. കോടികാസൻ പറഞ്ഞ ഉടനെ തന്നെ എന്നാൽ ഞാൻ തന്നെ ആ പാഞ്ചാലപുത്രിയെ ചെന്ന് കണ്ടുകൊണ്ട് എന്റെ ആഗ്രഹം പറയാമെന്ന് പറഞ്ഞു. ജയദ്രഥ രാജാവ് സിംഹക്കൂട്ടിലേക്ക് എന്ന വിധം പർണശാലയിലേക്ക് കടന്നു ചെന്നു. ആ കൂട്ടത്തിൽ 7-മനായ അവൻ കൃഷ്ണയോട് ഇപ്രകാരം പറഞ്ഞു: പാഞ്ചാലി, നിനക്ക് മംഗളമല്ലേ? നിന്റെ ഭർത്താക്കന്മാർ അന്യായമല്ലേ ഈ കാണിക്കുന്നത്? ജയേന്ദ്രഥന്റെ വാക്കുകൾ കേട്ടത് മറുപടിയായി ദ്രൗപദി പറഞ്ഞു: അല്ലയോ രാജാവേ, ഭവാന്റെ രാഷ്ട്രത്തിനും സമ്പത്തിനും സൈന്യത്തിനും ക്ഷേമമല്ലേ? സൗവീര്യന്മാരെയും സൈന്ധവന്മാരെയും മറ്റുള്ളവരെയും ഭവാൻ ഏകാധിപതിയായി ധർമ്മത്താൽ ഭരിക്കുന്നില്ലേ? മറ്റുള്ള രാജാക്കന്മാരെയും ഭവാൻ യഥാക്രമം പരിപാലിക്കുന്നില്ലേ? കൗരവനാകുന്ന കുന്തിപുത്രനാകുന്ന യുധിഷ്ഠിര രാജാവിനും അദ്ദേഹത്തിന്റെ സഹോദരന്മാർക്കും എനിക്കും ഭവാൻ അന്വേഷിച്ച മറ്റുള്ളവർക്കും സുഖം തന്നെ ആകുന്നു. അങ്ങ് ഇവിടെ ആസനസ്ഥനായാലും ഭവാന്റെ പ്രാതലിനായി ഞാൻ 50 മൃഗങ്ങളെ പാകം ചെയ്ത് ഇപ്പോൾ തന്നെ തരുന്നതാകുന്നു. പിന്നെ കരിമാൻ, പുള്ളിമാൻ, മറിമാൻ, മുയൽ, ഏട്ടമാൻ, ഗവയം, രുരു, പന്നി, പോത്ത് മാത്രമല്ല മറ്റു ജാതികളിൽപ്പെടുന്ന മൃഗങ്ങളും ഭവാന് തനിച്ച് യുധിഷ്ഠിരൻ ഇവിടെ എത്തിയാൽ തരുന്നതാകുന്നു. പാഞ്ചാലിയുടെ ഈ വർത്തമാനങ്ങളെല്ലാം കേട്ടപ്പോൾ ജയദ്രഥൻ മറുപടി പറഞ്ഞു: പാഞ്ചാലി, നീ എനിക്ക് സൽക്കരിക്കുവാൻ ഉദ്ദേശിക്കുന്ന പ്രാതഭോജനത്തിന് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എന്നാൽ ഇപ്പോൾ ഭവതി എന്നോട് കൂടി ഇരിക്കുക, എന്നോടൊപ്പം തേരിൽ കയറുക. അതാണ് ശരിയായ സുഖം. ആ സുഖം ഭവതി അനുഭവിക്കുക. സ്ത്രീ പോയി രാജ്യം വിട്ട് ബുദ്ധികെട്ട് ദാരിദ്ര്യത്തിൽ മുങ്ങി കാട്ടിൽ പാർക്കുന്ന പാർത്ഥന്മാരോട് ചേരുവാൻ നീ യോഗ്യയല്ല. പാർത്ഥന്മാരിലുള്ള ഭക്തി കൊണ്ട് നീ ബുദ്ധിമുട്ടി ഇരിക്കുന്നു. ഇനി നീ ഇവന്മാരെ പൂജിച്ച് സമയം കളയരുത്. നീ അവരെയൊക്കെ വിട്ട് എൻ്റെ ഭാര്യയായി സുഖം അനുഭവിക്കുക. നീ സിന്ധു സൗവീര രാജ്യത്തിൻ്റെ ഐശ്വര്യമൊക്കെ അനുഭവിക്കുക. രാജ്യമെല്ലാം ഭവതി നേടുക. ഹൃദയത്തിൽ നിന്നും ക്ഷോഭമുണ്ടാകുന്ന വിധം ഇത്തരത്തിലുള്ള സിന്ധു രാജാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പാഞ്ചാലി അവിടെ നിന്നും കുറച്ച് അകന്നു നിന്നു. അവന്റെ ആ വാക്കുകൾ ഉചിതമായില്ലെന്നും അധിക്ഷേപിക്കുന്ന തരത്തിലാണെന്നും, എന്നാൽ തന്റെ ഭർത്താക്കന്മാർ വന്നെത്തുന്നത് വരെ ഈ സൈന്ധവനെ ഇവിടെ ഇരുത്തണമെന്നത് ദ്രൗപദി ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ കരുതലോടെ സുന്ദരിയായ ദ്രൗപദി വാക്കിന് വാക്ക് പറഞ്ഞുകൊണ്ട് നിന്നു. ആ രാജാവ് അവളുടെ വാക്കിൽ മയങ്ങി. ദ്രൗപദിയുടെ മുഖം രക്തവർണമായി തീർന്നു. കണ്ണ് തുടുത്തു. അത്യധികം കോപത്തോടെ പാഞ്ചാലപുത്രി വീണ്ടും പറഞ്ഞു: യക്ഷന്മാരുടെയും രാക്ഷസന്മാരുടെയും മധ്യത്തിൽ പോലും ദിവസിക്കുവാൻ ശക്തിയുള്ളവരും സുകർമ്മ നിരതന്മാരും മഹേന്ദ്രതുല്യന്മാരും തീഷ്ണ കോപിഷ്ഠന്മാരുമാകുന്ന ആ മഹാരഥന്മാരെ ഇപ്രകാരം അധിക്ഷേപിക്കുവാൻ ഭവാന് ലജ്ജയില്ലേ? ഗൃഹസ്ഥന്മാരെയും വാനപ്രസ്ഥന്മാരെയും പാണ്ഡിത്യമുള്ള താപസന്മാരെയും കുറിച്ച് സജ്ജനങ്ങൾ ഒരിക്കലും പാപവചനങ്ങൾ പറയുകയില്ല. മഹാശയന്മാരെ നിന്ദിക്കുന്ന മനുഷ്യർ കേവലം നായയ്ക്ക് തുല്യമാകുന്നു. ഭയങ്കരമായ കുഴിയിൽ വീഴുവാൻ പോകുന്ന ഭവാനെ കൈകൊടുത്ത് രക്ഷിക്കുവാൻ ഈ ക്ഷത്രിയ വർഗത്തിൽ ഒരുവനും ഇല്ല. ധർമ്മരാജാവിനെ ജയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭവാൻ ഹിമാലയ സാനുവിൽ മതജലമൊഴുകുന്ന ഗജത്തിന്റെ കൂട്ടത്തിൽ അകപ്പെട്ടതുപോലെ ആയിപ്പോകുന്നു. ഭീമസേനോട് ഭവാൻ ഇടഞ്ഞു ചൊല്ലുവാൻ നിൽക്കുകയാണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന മഹാബലനായ സിംഹത്തിന്റെ ശിരസിൽ ചവിട്ടിയതുപോലെ തന്നെയാകുന്നു. ഉഗ്രനും ക്രുദ്രനുമായ അർജുനനോട് ഭവാൻ പോരാടുവാൻ തുനിയുക ആണെങ്കിൽ പർവ്വതത്തിന്റെ ഗുഹയിൽ വളർന്ന മഹാബലനും ഘോരതനുമായ കേസരിയെ, അതായത് വായുപുത്രനെ, അദ്ദേഹം ഉറങ്ങിക്കിടക്കുമ്പോൾ പുറങ്കാലുകൊണ്ട് പ്രഹരിക്കുന്നത് പോലെ ആകുന്നു. മാതൃപുത്രന്മാരാകുന്ന നകുല സഹദേവന്മാരും ഇപ്രകാരം തന്നെയാകുന്നു. അവരുടെ ക്രോധത്തിനു മുൻപിൽ നീ ചെന്നുപെട്ടാൽ നിന്റെ കഥ കഴിഞ്ഞത് തന്നെ ആകുന്നു. അങ്ങനെയുള്ള പാണ്ഡവന്മാരുടെ സഹധർമ്മിണിയായ എന്നിൽ ഭവാന് കാമമുദിച്ചാൽ ഭവാന്റെ നാശത്തിന് പിന്നെ വേറെ ഒരു കാരണവും വേണ്ട. പാഞ്ചാലിയുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ജയദ്രഥൻ മറുപടി പറഞ്ഞു: നിന്റെ ഭർത്താക്കന്മാരാകുന്ന ആ രാജപുത്രന്മാർ എങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഇത്തരം ഭീഷണികൾ കൊണ്ട് എന്നെ ഭയപ്പെടുത്താമെന്ന് നീ വിചാരിക്കണ്ട. പാഞ്ചാലി,
സൗവീരന്മാരായ ഞങ്ങൾ 17 പ്രഭാവങ്ങളോട് ചേർന്നവർ ആകുന്നു. ശൗര്യം, തേജസ്, വൃത്തി, ദാക്ഷിണ്യം, ദാനം, ഐശ്വര്യം എന്നിങ്ങനെയും സന്ധി, വിഗ്രഹം, യാനം, ആസനം, ദൈത്യഭാവം, ആശ്രയം എന്നിങ്ങനെയുള്ള 6 ഗുണങ്ങളോട് കൂടി പാണ്ഡവന്മാരെക്കാളും മികച്ചവർ ആകുന്നു. ഇവയൊന്നുമല്ലാതെ പാർത്ഥന്മാർ ഞങ്ങളിൽ നിന്നും വളരെ താഴെക്കിടയിൽ ആയിരിക്കുന്നു. വെറുതെ വാക്കുകൾ കൊണ്ട് ഞങ്ങളെ തടുക്കുവാൻ ഭവതി നോക്കണ്ട. നീ വേഗം തന്നെ ഞങ്ങളോടൊപ്പം രഥത്തിൽ കയറി വന്നാലും ഭയപ്പെടുത്തി ഞങ്ങളെ ഓടിക്കാമെന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട. ജയദ്രഥന്റെ ഈ ഭീഷണി വാക്യങ്ങൾ കേട്ടുകൊണ്ട് ദ്രൗപദി പറഞ്ഞു, ബലിഷ്ഠയായ എന്നെ കേവലം അബലയായിട്ടാണോ നീ കാണുന്നത്? മർദ്ദനം കൊണ്ട് അതീതയായി ഞാൻ സൗവീരനോട് കഴിഞ്ഞു പ്രാർത്ഥിക്കണോ? എന്നെ ഭവാൻ ബലമായി പിടിച്ചുകൊണ്ടു പോവുകയാണെങ്കിൽ കൃഷ്ണാർജുനന്മാർ ഒരേ തേരിൽ കയറി അന്വേഷിച്ച് വരും. അങ്ങനെയുള്ള എന്നെ ദേവേന്ദ്രന് പോലും അപഹരിക്കുവാൻ സാധിക്കുക ഇല്ല. പിന്നെയാണോ വെറും മനുഷ്യനാകുന്ന നീ? വീരാന്തകനായ കിരീടി ശത്രുക്കളെ ഭയപ്പെടുത്തി രഥത്തിൽ കയറി വേനൽക്കാലത്ത് ഉണക്കക്കാടിനെ അഗ്നി എന്ന പോലെ ഭവാന്റെ സൈന്യത്തെ ചുട്ട് വെണ്ണീറാക്കും. വൃഷ്ണികളോടും അന്തകന്മാരോടും കൂടി കേശവൻ വില്ലാളി വീരന്മാരാകുന്ന കേകയന്മാരോടും മറ്റ് രാജ്യക്കാരോടും ചേർന്ന് എന്നെ തിരഞ്ഞ് സസന്തോഷം എത്തും. ഗാണ്ഡീവത്തിൽ നിന്നും പാഞ്ഞെടുക്കുന്ന ശരങ്ങൾ നിന്നെ ഇല്ലാതാക്കും. കോപം കൊണ്ടെടുക്കുന്ന ഭീമസേനന്റെ ഗദ നിന്നിൽ പ്രയോഗിക്കപ്പെടും. മാദ്രേന്മാർ പാഞ്ഞെടുക്കുന്നത് കാണുമ്പോൾ തന്നെ മൂഢനായ നീ വല്ലാതെ വ്യസനിക്കും. എൻ്റെ ഭർത്താക്കന്മാരായ പാണ്ഡവന്മാർക്ക് ഞാൻ മനസ്സുകൊണ്ട് പോലും പാപം ചെയ്യാത്തവൾ ആകുന്നു. ആ സത്യം ഗ്രഹിക്കുന്നവരാകുന്നു അവർ. അങ്ങനെയുള്ള അവർ ഭവാനെ അടിച്ചമർത്തി വലിച്ചിഴയ്ക്കുന്നത് ഞാൻ കാണും. കുരുപ്രവീരന്മാരോടുകൂടി ഞാൻ വീണ്ടും ഈ കാമികത്തിൽ സസന്തോഷം ധൈര്യത്തോടെ വസിക്കും. എന്നിട്ടും സൗവീരന്മാർ ഉടനെ അവളെ ബലമായി പിടിക്കുവാൻ അടുത്തെത്തി. അത് കണ്ട് ആ ചടുലാക്ഷിയായ ദ്രൗപദി അരുതരുതെന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു. പുരോഹിതനാകുന്ന ധൗമ്യനെ അവൾ ഉറക്കെ വിളിച്ചു. തൻ്റെ മേൽപ്പുടവയുടെ തുമ്പിൽ ജയദ്രഥൻ പിടിച്ചപ്പോൾ ദ്രൗപദി ബലമായൊരു തട്ടുകൊടുത്തു. ആ തട്ടുകൊണ്ട് പാപിയായ ജയദ്രഥൻ വെട്ടിമുറിച്ചിട്ട മരം പോലെ വീണുപോയി. ഉടനെ തന്നെ മഹാവേഗത്തിൽ അവൻ എഴുന്നേറ്റ് ദ്രൗപദിയെ പിടികൂടി അവളെ വലിച്ചിഴച്ചു. അപ്പോഴേക്കും ധൗമ്യൻ ഓടിയണഞ്ഞു. അവൾ ആ പുരോഹിതന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ച് ഗത്യന്തരമില്ലാതെ തേരിൽ കയറി ഇരുന്നു. പാഞ്ചാലിയുടെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് ജയദ്രഥന്റെ സംഘത്തോടും ജയദ്രഥനോടും ആ ധൗമ്യൻ ആ പുരോഹിതൻ പറയുന്നു, മഹാന്മാരായ പാണ്ഡവന്മാരെ ജയിക്കാതെ ദ്രൗപദിയെ നിങ്ങൾ ബലമായി പിടിച്ചുകൊണ്ടു പോകരുത്. ഹേ ജയേന്ദ്രത, പണ്ടേ ഉള്ളതാകുന്നു ഈ ക്ഷത്രിയ ധർമ്മം. ഇപ്രകാരം ധൗമ്യൻ ആ രാജപുത്രിയെ കാലാൾപ്പടയുടെ ഇടയിൽ കൂടി പറഞ്ഞുകൊണ്ട് പിന്തുടർന്നു. ധനുർധരന്മാരായ പാണ്ഡവന്മാർ 4 ദിക്കിലും വേട്ടയാടി പന്നി, കാട്ടുപോത്ത് മുതലായവയെ കൊന്ന് 5 പേരും ഒരിടത്ത് വന്ന് കൂടി. പലവിധം മൃഗങ്ങളും പക്ഷികളും ആകുലമായി അപശബ്ദങ്ങൾ കേൾപ്പിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, ക്രൂരമായ പക്ഷികളും മൃഗങ്ങളും ശബ്ദിക്കുന്നു. ഇതൊരു അശുഭ നിമിത്തം തന്നെ ആകുന്നു. നമ്മുടെ ആശ്രമം ശത്രുക്കൾ ആക്രമിച്ചിരിക്കുന്നു. അതാണ് ഈ നിമിത്തത്തിന്റെ സൂചന. ഇപ്പോൾ തന്നെ നമുക്ക് അവിടേക്ക് എത്തിച്ചേരേണ്ടതാകുന്നു. ഉടനെ അവർ വായുവേഗത്തിൽ സഞ്ചരിക്കുന്ന സൈന്ധവാശ്വങ്ങളെ കെട്ടിയ തേരിൽ കയറി ആശ്രമത്തിലേക്ക് തിരിച്ചു. അപ്പോൾ അവരുടെ ഇടതുനിന്ന് കുറുക്കനുറക്കെ ഓരിയിട്ടു. ഈ നീചജീവിയായ കുറുക്കൻ ഇടതുവശത്ത് നിന്നും ഘോരമായി ശബ്ദിക്കുകയാൽ തന്നെ പാപികളായ കൗരവന്മാർ നമ്മളെ അവഗണിച്ച് നമ്മുടെ ആശ്രമത്തിൽ വന്നെത്തിയിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രസേനൻ തെളിക്കുന്ന രഥത്തിൽ അവർ വേഗം തന്നെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു. ആശ്രമത്തിന്റെ പരിസരത്ത് എത്തിയപ്പോൾ ദാസന്റെ ഭാര്യയാകുന്ന ധാത്രിപുത്രി അവിടെ കരയുന്നതായി ഇന്ദ്രസേനൻ എന്ന തേരാളി കണ്ടു. അദ്ദേഹം തേർ നിർത്തി ചാടിയിറങ്ങി ആ ധാത്രിയോട് ആരാഞ്ഞു, ഹേ കുട്ടി, നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് വിലപിക്കുന്നത്? എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? വല്ല ക്രൂരന്മാരും കടന്നു വന്ന് ദ്രൗപദിയെ ഉപദ്രവിച്ചുവോ? അവർണ്യമായ രൂപലാവണ്യമുള്ള ആ സുന്ദരിയെ ആരെങ്കിലും ഉപദ്രവിച്ചുവോ? എന്താണ് കാര്യമെന്ന് പറഞ്ഞാലും.
അവൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവരോട് വിശദമാക്കി. ധാത്രിപുത്രി ഉടനെ മുഖം തുടച്ച് സൂതനോട് പറഞ്ഞു. പഞ്ചേന്ദ്രതുല്യനായ പാണ്ഡവന്മാരെ ധിക്കരിച്ചുകൊണ്ട് ജയദ്രഥൻ വന്ന് കൃഷ്ണയെ ഉപദ്രവിച്ച് അപഹരിച്ചു കൊണ്ടുപോയി. ജയദ്രഥൻ പോകുമ്പോൾ വഴി തെളിക്കുവാൻ വീഴ്ത്തിയ വൃക്ഷങ്ങൾ വാടാതെ തന്നെ കിടക്കുന്നുണ്ട്. ഉടനെ ഈ വഴിക്ക് തന്നെ പോയി ദ്രൗപദിയെ കൂട്ടിക്കൊണ്ടുവരിക. രാജപുത്രി അധികം ദൂരത്തൊന്നും എത്തിയിട്ടില്ല. ഇന്ദ്രതുല്യന്മാരായ ഭവാൻ ചട്ടകൾ അണിഞ്ഞ് വില കൂടിയ വില്ലും ശരവും എടുത്ത് ഉടനെ തന്നെ ചെല്ലുക. ആ പതിവ്രതയെ രക്ഷിക്കുക. അവളുടെ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു. ഭദ്രേ, പൊയ്ക്കൊള്ളുക. പറഞ്ഞത് മതി. ഞങ്ങളോട് ഉഗ്രമായ വാക്യമൊന്നും പറയരുത്. രാജാക്കന്മാരും രാജകുമാരന്മാരും ബലം കൊണ്ട് ഉത്തമരായി വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്രകാരം പറഞ്ഞവർ ധാത്രി കാണിച്ചു കൊടുത്ത മാർഗത്തിലൂടെ സർപ്പങ്ങളെപ്പോലെ ചീറ്റിക്കൊണ്ട് പാഞ്ഞു. വില്ലിൻ്റെ ഞാൺ വീണ്ടും ഉലച്ച് ശബ്ദമുണ്ടാക്കി പാഞ്ഞു. കുറച്ചു നേരം ചെന്നപ്പോൾ കുതിരകളുടെ കുളമ്പടി കേട്ടു. ധൂളി പറക്കുന്നതായി അവർ കണ്ടു. അവർ സൈന്യത്തെ സമീപിച്ചപ്പോൾ ഉടനെ ഓടിവരുവിൻ ഓടിവരുവിൻ എന്ന് ധൗമ്യൻ ഉറക്കെ വിളിച്ചു പറയുന്നതായി അവർ കേട്ടു. ധൗമ്യന്റെ നില കണ്ട് ദുഃഖിതരായ രാജപുത്രന്മാർ സസുഖം വരിക എന്ന് സാന്ത്വനം ചെയ്തുകൊണ്ട് പരുന്തുകൾ മാംസത്തെ എന്ന വിധം ആ സൈന്യത്തെ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തു. രഥത്തിൽ സ്ഥിതി ചെയ്യുന്ന തങ്ങളുടെ പ്രിയതമയെയും ജയദ്രഥനെയും കണ്ട് അവർ ദുഃഖിച്ച് അതേസമയം തന്നെ അവരുടെ ഉള്ളിൽ കോപം ഉജ്ജ്വലിച്ചു. വൃഹോദരനും അർജുനനും നകുല സഹദേവന്മാരും ധർമ്മപുത്രരും വില്ലുമേന്തി ഇടഞ്ഞ് പോരിന് വിളിച്ചു. ജയദ്രഥ സൈന്യത്തിലേക്ക് പാഞ്ഞെടുത്തു. ഭീമാർജുനന്മാരെ കണ്ടപ്പോൾ കോപിഷ്ഠരായ ക്ഷത്രിയന്മാരുടെ ഇടയിൽ ഉത്കടമായൊരു ശബ്ദം പുറപ്പെട്ടു. ആ ശബ്ദം കൊണ്ട് കാട് മുഴങ്ങി. ദുരാത്മാവാകുന്ന ജയദ്രഥ രാജാവിന് കുരുപുങ്കവന്മാരുടെ കൊടികളുടെ അഗ്രഭാഗം കണ്ടപ്പോൾ തന്നെ ജീവൻ പോയതായി തന്നെ തോന്നി. തേരിലിരിക്കുന്ന ദ്രൗപദിയോട് ചോദിച്ചു. ദ്രൗപദി, ഇതാ 5 മഹാരഥങ്ങൾ പാഞ്ഞു വരുന്നു. ഭവതിയുടെ ഭർത്താക്കന്മാരാണ് അവരെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഓരോ രഥത്തിലും ഇരിക്കുന്നവർ ആരാണെന്ന് വ്യക്തമായി പറഞ്ഞാലും. ദ്രൗപദി മറുപടി പറഞ്ഞു. ആയുസ് അറ്റുപോകാൻ നിൽക്കുന്ന നിന്നോട് ഇവരെ ഓരോരുത്തരെയും ഞാൻ വിശദീകരിച്ചിട്ട് എന്താണ് കാര്യം? മഹാവീരന്മാരായ എൻ്റെ ഭർത്താക്കന്മാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളിൽ ഒറ്റ ഒരുത്തൻ പോലും അവശേഷിക്കുക ഇല്ല. നീ മരിക്കുവാൻ പോകുന്ന നിലയിൽ ചോദിച്ചതാകയാൽ തന്നെ ഞാൻ എൻ്റെ ധർമ്മം കൊണ്ട് മറുപടി പറയാം. അനുജന്മാരോടുകൂടി ധർമ്മരാജാവിനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഇനി എനിക്ക് മനോവ്യഥയിൽ നിന്നും ഭയമൊന്നും തന്നെ അവശേഷിക്കുന്നത് ഇല്ല. നന്ദമെന്നും ഉപനന്ദമെന്നും പേരോടു കൂടിയ 2 മൃദംഗങ്ങൾ ചേർന്ന് ശ്രുതിമധുരമായി മുഴങ്ങുന്ന ധ്വജത്തോടു കൂടിയ യുധിഷ്ഠിരനെ ധർമ്മനിശ്ചയത്തിലും അർത്ഥനിശ്ചയത്തിലും നിഷ്ഠയുള്ള ആ പാണ്ഡവ ജ്യേഷ്ഠനെ കൃത്യനിഷ്ഠയുള്ളവർ അനുകരിക്കും. മഹാബലനായ എൻ്റെ ഭർത്താവാകുന്ന ഭീമസേനൻ വളരെ ശക്തിയുള്ളവനും അമാനുഷിക കർമ്മാവും ആകുന്നു. ഭീമന്റെ പിറകെ വരുന്നതാകുന്നു ധൃതിമാനായ എൻ്റെ ഭർത്താവ് അർജുനൻ, ധരണിയിലെ ധനുർധരന്മാരിൽ മുഖ്യൻ. കീർത്തിമാനും ജിതേന്ദ്രിയനും യുദ്ധവീരനും യുദ്ധസേവകനും യുധിഷ്ഠിരന്റെ അനുജനുമാണ് അദ്ദേഹം. ദൈത്യ സൈന്യത്തെ ശക്രനെ പോലെ പിന്തുടർന്നില്ലാതാക്കുന്നവനാകുന്നു നകുലൻ. അദ്ദേഹവും എൻ്റെ പതിയാകുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നിലായി വരുന്നവനാകുന്നു സഹദേവൻ. അദ്ദേഹവും എൻ്റെ പതിയാകുന്നു. പ്രാണൻ കൊടുത്തും അദ്ദേഹം എന്നെ വീണ്ടെടുക്കും. ഇപ്രകാരം ദ്രൗപദി ജയദ്രഥനോട് പറയുന്നതിന് ഇടയിൽ പഞ്ചേന്ദ്രിയ തുല്യരായ പാണ്ഡവന്മാർ തങ്ങളെ കണ്ട് ഭയപ്പെട്ട് കൈകൂപ്പി നിൽക്കുന്ന കാലാൾപ്പടയെ ഗണിക്കാതെ ക്രോധത്തോടെ കൊന്നുവീഴ്ത്തി. ഈ സമയത്ത് ജയദ്രഥൻ തൻ്റെ കൂട്ടുകാരായ രാജാക്കന്മാരെ നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, പ്രഹരിക്കുവിനെന്ന്. ഉടനെ യുദ്ധത്തിന് ഭടന്മാർ തയ്യാറായി. യുദ്ധം ആരംഭിച്ചു. ഘോരമായ ശബ്ദം മാറ്റൊലികൊണ്ടു. വ്യാഘ്രങ്ങളെപ്പോലെ കഠോരമായ ഭീമാർജുനന്മാരെ ധർമ്മരാജാവിനോട് കൂടി കണ്ടപ്പോൾ ശിബി, സൗവീര്യ, സിന്ധു ഭടന്മാർ വിഷാദം കൊണ്ട് മ്ലാനവരായി തന്നെ തീർന്നു. സ്വർണം കൊണ്ട് വിചിത്രമായി കെട്ടിച്ച വലിയ ഇരുമ്പുഗതകൾ. അതോടുകൂടി കാലോചിതനായ സൈന്ധവനോട് ഭീമസേനൻ എതിർത്തു. ഉടനെ വലിയ തേരിൽ കയറി ഭീമസേനനെ ചുറ്റിക്കൊണ്ട് കോടികാസിൻ തടഞ്ഞു.
ഈട്ടി, വേൽ മുതലായ ആയുധങ്ങൾ ആ ശത്രുഭടന്മാർ കൂട്ടത്തോടെ എറിഞ്ഞുവെങ്കിലും ഭീമൻ കുലുങ്ങിയില്ല. ആ മഹാബലൻ സൈന്ധവ സൈന്യത്തിലെ ഗജങ്ങളെ പരിപാലിക്കുന്നവരെയും ഇല്ലാതാക്കി. അർജുനൻ സൗവീരനെ പിടികൂടുവാൻ പോകുന്ന പോക്കിൽ ആ ശത്രു സൈന്യത്തിൽ നിന്ന് 500 വീരന്മാരെ യമപുരിയിലേക്ക് അയച്ചു. ധർമ്മരാജാവാകട്ടെ യുദ്ധവീരന്മാരാകുന്ന സൗവീരന്മാരെ 100 പേരെ ഒരു നിമിഷം കൊന്നുവീഴ്ത്തി. വാളുമെടുത്ത് നകുലൻ തേർത്തട്ടിൽ നിന്നും ചാടിയിറങ്ങി ശത്രുക്കളുടെ ശിരസ് വിളകൊയ്യും വിധം അരിഞ്ഞു വീഴ്ത്തി. സഹദേവനാവട്ടെ ഗജയോദ്ധാക്കളാകുന്ന അവരുടെ മധ്യത്തിൽ ചെന്ന് രഥത്തെ നിർത്തി മരങ്ങൾ വെട്ടിവീഴ്ത്തുന്ന വിധം അവരെയേവരെയും നിലം പരിശാക്കി. ഇപ്രകാരം പാണ്ഡവന്മാർ പൊരുതുമ്പോൾ ധനുർധരനായ തൃകർത്ത രാജാവ് തന്റെ മഹാരഥത്തിൽ നിന്നും കുതിച്ചു ചാടി ഗദയുമായി പാഞ്ഞു കയറി യുധിഷ്ഠിരന്റെ രഥത്തിലെ 4 കുതിരകളെയും അടിച്ച് കൊന്നു. ഭൂമിയിൽ നിൽക്കുന്ന തൃകർത്തനെ യുധിഷ്ഠിരൻ ചന്ദ്രബാണം കൊണ്ട് എയ്തു വീഴ്ത്തി. അവന്റെ തല പിളർന്നു. മറ്റൊരിടത്ത് ക്ഷേമങ്കരൻ, മഹാമുഖൻ എന്നീ ശത്രുവീരന്മാരെ നകുലനും കൊന്നുവീഴ്ത്തി. അങ്ങനെ പാഞ്ചാലിയെ വീണ്ടെടുക്കുവാനുള്ള യുദ്ധം ആ കാട്ടിൽ ഭീകരമായി തന്നെ അരങ്ങേറി. പാണ്ഡവന്മാരാൽ തന്നെ കോടികാസ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ രാജാക്കന്മാരും മരിച്ചു വീണു. അവരുടെ സൈന്യവും മരിച്ചു വീണു. അവശേഷിച്ചത് ജയദ്രഥൻ മാത്രമായി. ജയദ്രഥൻ പാഞ്ചാലിയെ കൈയൊഴിഞ്ഞുകൊണ്ട് ഓടി ഒളിക്കുവാൻ തുനിഞ്ഞു. സൈന്യങ്ങൾ കൂട്ടിക്കലർന്ന് എതിർക്കുവാനുള്ള ആ നരാധമൻ പാഞ്ചാലിയെ താഴെ ഇറക്കിവിട്ട് പ്രാണരക്ഷയ്ക്കായി കാട്ടിനുള്ളിലേക്ക് ഓടി. ധൗമ്യനെ മുൻനിർത്തി ആ യജ്ഞസേനി വരുന്നത് കണ്ടുകൊണ്ട് ധർമ്മരാജാവ് വീരവാനായ മാതൃപുത്രന്മാരോട് അവളെ തേരിൽ കയറ്റി ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുവാൻ പറഞ്ഞു. ജയദ്രഥൻ ഓടിപ്പോയപ്പോൾ സൈന്യങ്ങൾ പിന്തിരിഞ്ഞ് അവനോടൊപ്പം പായുവാൻ തുടങ്ങി. ഭീമൻ പാഞ്ഞു ചെന്ന് ശത്രുഭടന്മാരെ ശരങ്ങളാൽ കൊന്നുവീഴ്ത്തി. ഒളിച്ചോടുന്ന ജയദ്രഥനെ കണ്ടപ്പോൾ സൈന്ധവ സൈനികരെ നിഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഭീമൻ ധനഞ്ജയനെ തടുത്തു. അർജുനൻ പറഞ്ഞു, ആര് തെറ്റു ചെയ്തുകൊണ്ടാണോ നമ്മൾക്ക് ഈ ക്ലേശമൊക്കെ ഉണ്ടാകുന്നത്? ആ ജയദ്രഥനെ ഇപ്പോൾ ഇവിടെയൊന്നും കാണുന്നില്ല. അവൻ എവിടെ പോയെന്ന് അന്വേഷിക്കേണ്ടത് ആകുന്നു. ആ വെറും ഭടന്മാരെ എന്തിനു വെറുതെ കൊന്നുവീഴ്ത്തുന്നു? നമ്മൾക്ക് ഇരയാകേണ്ടത് അവനല്ലേ? ബുദ്ധിമാനായ അർജുനൻ പറഞ്ഞപ്പോൾ ഭീമൻ യുധിഷ്ഠിരന്റെ അടുത്ത് ചെന്ന് ഇപ്രകാരം ആരാഞ്ഞു. വീരന്മാർ മരിച്ചതിന് ശേഷം ശത്രുക്കൾ എല്ലാവരും പല ദിക്കിലേക്ക് ഓടിയൊളിക്കുന്നു. ഭവാൻ കൃഷ്ണയെയും കൊണ്ട് ആശ്രമത്തിലേക്ക് പൊയ്ക്കൊള്ളുക. നകുല സഹദേവന്മാരും അങ്ങയോട് ഒപ്പം തന്നെ പോന്നുകൊള്ളട്ടെ. ഭവാൻ ആശ്രമത്തിൽ കൃഷ്ണയെ ആശ്വസിപ്പിക്കുക. ആ മൂഢനായ സിന്ധു രാജാവിനെ ഞാൻ ജീവനോടെ വിടുകയില്ല. അവൻ പാതാളത്തിൽ പോയി ഒളിച്ചാലും ഞാൻ അവനെ കൊല്ലും. ഭീമന്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടുകൊണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, ഭീമ, നീ ആ സൈന്ധവനെ കൊല്ലരുത്. നീ നമ്മുടെ സഹോദരിയാകുന്ന ദുശളയെക്കുറിച്ച് ഓർക്കണം. ഗാന്ധാരി മാതാവിനെക്കുറിച്ച് ഓർക്കണം. യുധിഷ്ഠിരൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ പാഞ്ചാലിയുടെ ഹൃദയം ഉഴന്നു. അവൾക്ക് കോപമുണ്ടായി. അവൾ ഭീമ അർജുനന്മാരോട് പറഞ്ഞു, എനിക്ക് പ്രിയം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പുരുഷനെ കൊല്ലുക. അവൻ കുൽസിതനും പാപിയും ദുർബുദ്ധിയും ഉള്ളവൻ ആകുന്നു. രാജ്യത്തെ അപഹരിച്ച ശത്രുവിനെയും ഭാര്യയെ അപഹരിച്ച ശത്രുവിനെയും ഉപേക്ഷിച്ചാൽ, പോരിൽ വിട്ടയച്ചാൽ അതൊരിക്കലും ധർമ്മം ആവുകയില്ല. ഇത് കേട്ടുകൊണ്ട് നരവ്യാഘ്രന്മാരായ ഭീമാർജുനന്മാർ ഉടനെ തന്നെ ജയദ്രഥനെ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടു. ധർമ്മപുത്രരും നകുല സഹദേവന്മാരും ധൗമ്യനും പാഞ്ചാലിയും ചേർന്ന് ആശ്രമത്തിലേക്കും പുറപ്പെട്ടു. ആശ്രമത്തിൽ അവർ എത്തുമ്പോൾ ദ്രൗപദിയെ ഓർത്ത് ദുഃഖിച്ചിരുന്ന മാർക്കണ്ഡേയൻ മുതലായ വിപ്രവന്മാരെ കണ്ട് നടന്ന കാര്യങ്ങളെല്ലാം അറിയിച്ചു. ജയദ്രഥനെ അന്വേഷിച്ചു ചെന്ന ഭീമാർജുനന്മാരെ കണ്ട് ഉടനെ കുതിരയെ ദ്രുതഗതിയിൽ പായിച്ചു ജയദ്രഥൻ. അർജുനൻ അപ്പോൾ ഒരു അത്ഭുത കർമ്മം ചെയ്തു. ഒരു വിളിപ്പാടകലെയായ അവന്റെ കുതിരകളെ, അവനെ വഹിച്ചു കൊണ്ടുപോകുന്ന അവന്റെ രഥത്തിലെ കുതിരകളെ ദിവ്യാസ്ത്രം മന്ത്രിച്ചു വിട്ടുകൊണ്ട് കൊന്ന് വീഴ്ത്തി. കുതിരകൾ മരിച്ചപ്പോൾ ഭീതനും വ്യാകുലചിത്തനുമായ ജയദ്രഥൻ ഒറ്റയ്ക്ക് ഉഴന്ന് നിന്നു. അവന്റെ നേരെ ഭീമാർജുനന്മാർ പാഞ്ഞു ചെന്നു. അർജുനൻ അതിവിക്രമങ്ങൾ കാണിച്ചു. ഇത് കണ്ടപ്പോൾ സൈന്ധവൻ ഭയപ്പെട്ട് ദുഃഖിച്ച് ഒളിക്കുവാനൊരിടം കാട്ടിലെങ്ങും തേടി നടന്നു.
പിന്തിരിഞ്ഞോടുന്നതിൽ നിപുണനായ സൈന്ധവനെ അർജുനൻ പേരെടുത്ത് വിളിച്ചുകൊണ്ട്, ഇമ്മാതിരി പരാക്രമങ്ങൾ കൊണ്ടാകുന്നുവോ നീ ഒരു സ്ത്രീയെ ബലത്താൽ കാമിച്ചത്? രാജപുത്രനായ നിനക്ക് ഒരിക്കലും ചേർന്നതല്ല ഇത്. ജയന്ദ്രത, അനുചരന്മാരെ വിട്ട് ശത്രുമധ്യത്തിൽ നീ ഓടുന്നത് എന്തിനാകുന്നു? ഇപ്രകാരം അർജുനൻ വിളിച്ചു പറഞ്ഞിട്ടും അവൻ പിന്തിരിഞ്ഞു നോക്കാതെ ഓടിക്കൊണ്ടേയിരുന്നു. പാണ്ഡവരെ ജയിക്കുവാനാകാതെ ജയന്ദ്രഥൻ പരാജയപ്പെട്ട് സൈന്ധവ ദേശത്തേക്ക് ഓടിയൊളിച്ചു.